നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്തായി തീരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കേണ്ട കുട്ടി 6 മണിക്ക് എഴുന്നേറ്റില്ല. അമ്മ അടുക്കളയിൽ പോയി വന്നു, 1 പ്രാവശ്യം വിളിച്ചു, കുട്ടി എണീറ്റില്ല. 6:15 കുട്ടി എണീറ്റില്ല. വീണ്ടും അമ്മ വിളിച്ചുകൊണ്ടിരുന്നു. 6 ആയപ്പോൾ അമ്മ സൈകിട്ട് വിളിച്ചു, പോത്ത് പോലെ കിടന്നുറങ്ങാതെ എണീറ്റ് പോടാ എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അമ്മ വിളിക്കും, നിങ്ങൾ പോത്തേ എന്ന് വിളിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, കുട്ടി പോത്തായിരിക്കും. രാവിലെ നമ്മളിപ്പോ 3 അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത, മനസ്സും ശരീരവും ഉണർന്നിരിക്കുന്ന അവസ്ഥ. രാത്രി ഉറങ്ങാൻ കിടന്നു, സ്വപ്നത്തിലേക്ക് പോയി. സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ മനസ്സ് 1 മണി 2 മണിയോട് കൂടി സുഷുപ്തിയിലേക്ക് പോകും. മരണത്തിന് തുല്യമായ അവസ്ഥ. ഒരു 3:30-4 മണിക്ക് ശേഷം മനസ്സ് വീണ്ടും സ്വപ്നത്തിലേക്ക് വരും. സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടി കേൾക്കുന്ന സ്വരം, അമ്മ വിളിക്കുന്നു, പോത്തേ 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 എന്ന് വിളിക്കുന്നു. ആദ്യമായിട്ട് ആ ദിവസം കുട്ടി കേൾക്കുന്ന വാക്ക് എന്താണ്? പോത്ത്. എന്നാൽ കാട്ടിൽ ഉറങ്ങിപ്പോയി രാമനോട് വിശ്വാമിത്ര മഹർഷി വിളിച്ചുണർത്തുന്ന ആ വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ CD നമ്മുടെ വീട്ടിലുണ്ടാവും. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. ഗരുഡിലെ കൗസല്യ സുപ്രജ രാമ, കൗസല്യയുടെ ഏറ്റവും നല്ല മകനായ രാമ. സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും. നരശാർദൂല, നരന്മാരിൽ ശ്രേഷ്ഠനായവനെ. കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ ഏറ്റവും നല്ല മകനായ രാമ എഴുന്നേറ്റാലും എന്ന് പറയുന്നതും പോത്തേ എഴുന്നേറ്റാലും എന്ന് പറയുന്നതും തുല്യമാണ്.